പതിറ്റാണ്ടുകളായി രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദേശീയ പ്രസ്ഥാനത്തെ അധികാരത്തിലേറിയ ഉടൻ തന്നെ ഒരു മന്ത്രി ഭീഷണിപ്പെടുത്തിയാൽ എന്തായിരിക്കും അവസ്ഥ? കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഇപ്പോൾ RSSനെതിരെ പരസ്യമായ ഭീഷണിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇനി പ്രവർത്തിക്കണമെങ്കിൽ രജിസ്റ്റർ ചെയ്യണം എന്ന കർണാടകയിലെ പുതിയ ആഭ്യന്തരമന്ത്രി പ്രിയങ്ക് ഖാർഗെയുടെ ധിക്കാരം നിറഞ്ഞ പ്രസ്താവന വലിയ പ്രതിഷേധത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ മകനും കർണാടകയുടെ പുതിയ ആഭ്യന്തരമന്ത്രിയുമായിട്ടുള്ള പ്രിയങ്ക് ഖാർഗെയാണ് RSSനെ ലക്ഷ്യമിട്ടിരിക്കുന്നത്. രജിസ്ട്രേഷൻ നടപടികൾക്കായി RSS രേഖകൾ തയ്യാറാക്കി വയ്ക്കണമെന്നും അവർ പൊതുജനങ്ങളിൽ നിന്ന് വാങ്ങുന്ന സംഭാവനകൾക്ക് നികുതി അടയ്ക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്നുമാണ് മന്ത്രിയുടെ ഭീഷണി. എന്നാൽ ഈ നീക്കത്തിനെതിരെ BJP അതിശക്തമായി തന്നെ തിരിച്ചടിച്ചിട്ടുണ്ട്. മുൻ രാഷ്ട്രപതിമാരും പ്രധാനമന്ത്രിമാരും ഉൾപ്പെട്ട നിയമവിധേയമായി പ്രവർത്തിക്കുന്ന RSSന് ഒരു മന്ത്രി പ്രസ്താവന ഇറക്കിയത് കൊണ്ട് മാത്രം പുതിയ രജിസ്ട്രേഷൻ ആവശ്യമില്ലെന്ന് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് R അശോക തുറന്നടിച്ചു. എന്തുകൊണ്ടാണ് കോൺഗ്രസ് പെട്ടെന്ന് ഇത്തരം ഒരു നീക്കം നടത്തുന്നത്? രാജ്യസ്നേഹവും അച്ചടക്കവുമുള്ള ഒരു സാംസ്കാരിക സംഘടനയായി പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് RSS. അവർക്ക് പ്രവർത്തിക്കാൻ ഏതെങ്കിലും ഭരണകക്ഷിയുടെ ഔദാര്യമോ സർട്ടിഫിക്കറ്റോ ആവശ്യമില്ല, അതിന് BJPയുടെ ആണെങ്കിൽ പോലും. എന്നാൽ കോൺഗ്രസ് എപ്പോഴൊക്കെ അധികാരത്തിൽ വരുന്നുവോ അപ്പോഴൊക്കെ ദേശീയവാദികളെ അടിച്ചമർത്തുക എന്നത് അവരുടെ പ്രധാന അജണ്ടയായി മാറുന്നു. ഭരണപരാജയങ്ങൾ മറച്ചുവെക്കാനും പോലീസിനെയും ഭരണ സംവിധാനങ്ങളെയും ദുരുപയോഗം ചെയ്ത് എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാനുമുള്ള കോൺഗ്രസിന്റെ വില കുറഞ്ഞ രാഷ്ട്രീയ നാടകമാണിതെന്ന് BJP കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നു. ഇതൊരു വെറും ഭരണപരമായിട്ടുള്ള ഒരു നടപടി മാത്രമല്ല, മറിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആസൂത്രണം ചെയ്ത വലിയൊരു ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലുള്ളത്. കേന്ദ്രത്തിൽ RSSനെ തൊടാൻ കഴിയില്ലെന്ന് വ്യക്തമായി അറിയാവുന്ന കോൺഗ്രസ് സംസ്ഥാനത്തെ തങ്ങളുടെ ആഭ്യന്തര വകുപ്പിന്റെ അധികാരം ഉപയോഗിച്ച് RSSനെ വേട്ടയാടാനാണ് ശ്രമിക്കുന്നത്. ഈ നടപടിയിലൂടെ ദേശീയ തലത്തിൽ ഹിന്ദുത്വ വിരുദ്ധ പോരാളിയായി സ്വയം ഉയർത്തിക്കാട്ടാനാണ് പ്രിയങ്ക് ഖാർഗെ ശ്രമിക്കുന്നത്. കർണാടകയിൽ ഭരണപരമായിട്ടുള്ള ചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും പേരിൽ RSSനെ പ്രതിരോധത്തിലാക്കാൻ കഴിഞ്ഞാൽ കേരളം ഉൾപ്പെടെയുള്ള മറ്റ് പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലും ഇതേ മാതൃകയിൽ സമാന്തരമായ വേട്ടയാടൽ നടത്താനാണ് കോൺഗ്രസിന്റെ പുതിയ നീക്കം. എന്നാൽ കോൺഗ്രസിന്റെ ഈ രാഷ്ട്രീയ വേട്ടയാടൽ അവർക്ക് തന്നെ വലിയ തിരിച്ചടിയാകാനാണ് സാധ്യത. ഇതിലും വലിയ ഭീഷണികളെയും നിരോധനങ്ങളെയും അതിജീവിച്ച കരുത്തുറ്റ ചരിത്രമാണ് RSSനുള്ളത്. അധികാരത്തിന്റെ ഹുങ്കിൽ ഒരു ദേശീയ പ്രസ്ഥാനത്തെ സർക്കാർ സംവിധാനങ്ങളെ ഉപയോഗിച്ച് ഇല്ലാതാക്കാമെന്ന് കരുതുന്നത് അങ്ങേയറ്റം മണ്ടത്തരമാണ്. രാഷ്ട്രീയ പകപോക്കലിനായി ഒരു സംസ്ഥാന സർക്കാർ തങ്ങളുടെ അധികാര പരിധി എങ്ങനെ ദുരുപയോഗം ചെയ്യുന്നു എന്ന് കേന്ദ്രം വളരെ ജാഗ്രതയോടെയാണ് നോക്കിക്കാണുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.